2 3 4 5 6 കുറേ ഉണ്ട് കേട്ടോ. പകുതി ആയിട്ടേ ഉള്ളൂ. കേറാൻ ഉദ്ദേശിച്ചതിന്റെ പകുതി ആയിട്ടുള്ളൂ. സ്റ്റാർട്ട് ചെയ്യുമ്പോൾ പറയണേ. സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഞങ്ങളുടെ ഒരു 1 ഡേ ഔട്ടിങ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യാണ്. ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ട് കാട്ടാക്കടയുള്ള ഒരു റെസ്റ്റോറൻറ്റിൻ്റെ പേര് വിസ്മയ എന്നാണ്. ഈ റെസ്റ്റോറൻറ്റിലുള്ളതാണ് കേട്ടോ എമു. 1 2 3 4 5 6 കുറേ ഉണ്ട് കേട്ടോ. അയ്യോ, ഞാൻ പ്രതീക്ഷിച്ചില്ല കേട്ടോ. എൻ്റെ അമ്മ എൻ്റെ കണ്ണ് കാണുമ്പോൾ കുറച്ചൊരു ഈവൾ ലുക്ക് ഉണ്ടല്ലേ. അയ്യോ, എൻ്റെ അമ്മേ, ഒന്ന് സൂക്ഷിച്ചില്ലെങ്കിൽ കൊത്തു കിട്ടും ഇതിൻ്റെ അകത്തെ കൂടെ. അത് കാരണം കുറച്ച് അകം മത്സ്യത്തിൻ്റെ ഇവിടെ ഒരു പാർക്കുണ്ട് യമു. അപ്പോൾ ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് എത്തി. ഞങ്ങൾ ഗീ റോസ്റ്റാണ്. ഇത് ഹോട്ടൽ വിസ്മയാണ് കേട്ടോ. അടിപൊളി ഹോട്ടലാണ്, കാട്ടാക്കടയാണിത്. ബാക്കിയുള്ളവർ അവരുടെ ബ്രേക്ക്ഫാസ്റ്റ് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. എൻ്റെ ദിവ്യയുടെ മാത്രമേ വന്നിട്ടുള്ളൂ. അപ്പോൾ ഞങ്ങൾ എന്തായാലും ഫസ്റ്റ് കഴിച്ചു തുടങ്ങട്ടെ. വിസ്മയ ഹോട്ടൽ. ഇതിൻ്റെ തൊട്ടപ്പുറത്തെ ഇവരുടെ തന്നെ ഒരു ഹൈപ്പർ മാർക്കറ്റ് ഉണ്ട്. അപ്പോൾ ഞങ്ങൾ പോകുന്ന വഴിക്ക് കുടിക്കാനായിട്ട് വെള്ളം അങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാനായിട്ട് ഹൈപ്പർ മാർക്കറ്റിലേക്ക് പോകണം. ഇതാണ് വിസ്മയ ഹൈപ്പർ മാർക്കറ്റ്. കൊള്ളാം, നല്ല വലിയ ഹൈപ്പർ മാർക്കറ്റാണ്. നല്ല അടിപൊളി ഹൈപ്പർ മാർക്കറ്റാണ് കേട്ടോ. അണ്ടർഗ്രൗണ്ടും കൂടെ ഉണ്ട്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല ഇത് അണ്ടർഗ്രൗണ്ട് ഏരിയ. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതിന് ശേഷം ഞങ്ങൾ ഫസ്റ്റ് ലൊക്കേഷനിലേക്ക് വന്നു. ഇത് അമ്പൂരി എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ്. ഇവിടെ എക്സാക്ട്ലി എന്താണെന്നുള്ളത് എനിക്ക് ആ സമയത്ത് അറിയില്ലായിരുന്നു. പിന്നെ ആ ഒരു ഫ്ലോയിൽ ഞങ്ങളിവിടെ എത്തിയതാണ്. എല്ലാവരും ഫ്രണ്ടിലേക്ക് എത്തി നടന്ന് ചെറുതായിട്ട് കഥച്ചു തുടങ്ങി. ഞാൻ വീഡിയോ എടുക്കണ കാരണം ബാക്കിലായി. എല്ലാവരും പോയി പോട്ടെ. എവിടെയെങ്കിലൊക്കെ എത്തിയിട്ട് ശരിക്കും ഇതിൻ്റെ ഏറ്റവും അറ്റത്ത് പോയാലാണ് കുരിശ് കാണുന്നത്. പക്ഷെ അത്രയും ഹൈറ്റിലേക്ക് പോകാനുള്ളൊരു ആരും ഞങ്ങൾക്കിപ്പോൾ ഇല്ല. അതെ, ഞങ്ങൾ 6 കുരിശുകളെയും കൊണ്ട് അവിടം വരെ എത്തില്ല. അപ്പം അത് കാരണം പോകുന്നിടത്ത് വരെ ഞങ്ങൾ പോയിട്ട് തിരിച്ചു വരാനാണ് പ്ലാൻ. എന്തായാലും നോക്കാം എവിടെ. അപ്പോൾ ഞങ്ങൾ നടന്ന് പകുതിയായിട്ടേ ഉള്ളൂ. കേറാൻ ഉദ്ദേശിച്ചതിന്റെ പകുതി ആയിട്ടുള്ളൂ. അതെ, യഥാർത്ഥ സ്ഥലം വരെ എത്താനുള്ള ആരോഗ്യം കുറച്ചു പേർക്ക് ഞങ്ങൾക്കില്ല. അതെ, ഞങ്ങളിപ്പോൾ ഇവിടെ തൽക്കാലം ഇവിടെ പ്രായം കുറഞ്ഞ ഞങ്ങൾ കുറച്ച് കയറിയിട്ട് വരാം. അതെ, പ്രായം കുറഞ്ഞ കുറച്ച് ചെറുപ്പക്കാർ മുകളിൽ കുരിശുമല വരെ കയറാൻ പോവാണ്. ഞങ്ങൾ തൽക്കാലം ഇവിടെ റെസ്റ്റ് ചെയ്യാൻ പോവാണ്. കൂനിച്ചിമല, കുരിശുമല അല്ല, കൂനിച്ചിമലയാണ് സ്ഥലം. ഓക്കെ, അപ്പോൾ ഞങ്ങൾ കുറച്ചുകൂടി ഫ്രണ്ടിലേക്ക് കയറാം. അവിടെ കുറച്ച് പാറകളുണ്ട്. അപ്പോൾ അവിടെ പോയി തമ്പടിക്കാൻ പോവാം. അണ്ണേ ഇല്ല. ഓക്കെ, അപ്പോൾ കുറച്ച് പാറക്കെട്ടുകളുടെ ഒരു ഏരിയ വന്നു. ഞങ്ങളിവിടെ റെസ്റ്റ് ചെയ്യാൻ പോവാം. അയ്യോ, ദിവ്യ വരുന്നേ ഉള്ളൂ. ഇനിയും ഉണ്ട് കുറേ. അങ്ങനെ ഞങ്ങൾ അവിടെ റെസ്റ്റ് ചെയ്തില്ല കേട്ടോ. കുറച്ചും കൂടിയും കയറി വന്നപ്പോൾ ഇതാ ഇവിടെ മാതാവിൻ്റെ ഒരു സ്റ്റാച്ചു ഉണ്ട്. പിന്നെ ചെറിയൊരു ഇവിടെ പൈപ്പിൽ വെള്ളം വരുന്നുണ്ട്. ഇത് കുടിക്കാൻ പറ്റുന്ന വെള്ളമാണ് കേട്ടോ. കുനിച്ചിമലയിലേക്ക് ഇനിയും കയറണം. ഓൾമോസ്റ്റ് ഒരു 1/2 hour 45 minutes എന്തോ. അത്രയും ആരോഗ്യമില്ല ഇപ്പോൾ. അയ്യോ, ഞങ്ങളപ്പോൾ എന്തായാലും മാതാവിൻ്റെ കൂടെ ഇവിടെ ഇരുന്ന് റെസ്റ്റ് ചെയ്യാം എന്നാണ് പ്ലാൻ.
നല്ല തണുത്ത ഫ്രഷ് വെള്ളം. ഇത് കുടിക്കാൻ പറ്റുന്ന വെള്ളമാണ് കേട്ടോ. ഫ്രഷ് വാട്ടർ സേഫാന്ന് തോന്നുന്നു, കാരണം ഇത് കുടിക്കാൻ പറ്റുമെന്നാണ് അവർ പറഞ്ഞത്. അറിയില്ല, എന്തായാലും കുഴപ്പമില്ലായിരിക്കും. കുറച്ച് എനർജി കിട്ടി. ഇനി പാറയുടെ അവിടെ പോയിരുന്ന് കംപ്ലീറ്റ് റെസ്റ്റ്. കട്ടിയോ? അങ്ങനെ ഞങ്ങളെല്ലാവരും സക്സസ്ഫുള്ളി ട്രക്കിങ് കഴിഞ്ഞ് അതെ 4 ചെറുപ്പക്കാർ ഏറ്റവും മുകളിൽ പോയി വന്നു. ബാക്കി 3 ചെറുപ്പക്കാരികൾ പകുതി വരെ പോയിട്ട് വന്നു. ആൻഡ് ഞങ്ങളിപ്പോൾ തിരിച്ചു പോവാണ്. പക്ഷെ ഇപ്പോൾ സമയം 3 മണിയായി. വിശക്കാൻ തുടങ്ങി. വിശപ്പിനേക്കാളും കൂടുതൽ ദാഹമാണ് സത്യം പറഞ്ഞാൽ. പിന്നെ ഇനിയൊരു ആക്ച്വലി ഞങ്ങളുടെ പ്ലാനിൽ 2-3 സ്ഥലങ്ങളുണ്ടായിരുന്നു. പക്ഷേ ഇതിപ്പോൾ ഇത്രയും ടൈം കഴിഞ്ഞത് കാരണം നമ്മൾ ഒരു സ്പോട്ടിലേക്കും കൂടി പോകുന്നുള്ളൂ. അതെങ്ങോട്ട് പോകുന്നതെന്ന് എനിക്കറിയില്ല. അത് പ്രതിവേട്ടനാണ് ഞങ്ങളെ കൊണ്ടുപോകുന്നത്. അപ്പോൾ അവിടെ എത്തിയിട്ട് കാണിച്ചു തരാം. ഞങ്ങളിത് ആ സമയം 4 മണിയായി. പക്ഷെ ഇപ്പോഴാണ് ലഞ്ച്. ഒരു പീസ് ഇത് എല്ല് കറി, കുഞ്ഞ പീസ് മതി. അതെന്താണ് കുഴപ്പമില്ല, അത് മതി. എല്ല് കറി, പൊറോട്ട, ചിക്കൻ പെരട്ട്. പിന്നെ വെജ് ആൾക്കാരുണ്ട് 2 പേരും. അവർക്ക് വേണ്ടി വെജ് കറി. ഓക്കെ, അപ്പോൾ കഴിക്കട്ടെ. ഞങ്ങളുടെ ലേറ്റ് ലഞ്ച് ഒരു ചെറിയൊരു ഹോട്ടലിൽ നിന്നായിരുന്നു കേട്ടോ. നല്ല സൂപ്പർ ഫുഡായിരുന്നു. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങളിതാ നെക്സ്റ്റ് സ്പോട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. അങ്ങനെ ഞങ്ങളുടെ നെക്സ്റ്റ് സ്പോട്ടിലെത്തി. ഇത് അമ്പൂരിയിലുള്ളൊരു സ്ഥലമുണ്ട്. ഇതിൻ്റെ പറയുന്നതാണ് മായക്കടവ്. നല്ല ചുട്ട വെയിലാണ്. പക്ഷേ നമുക്കിവിടെ വഞ്ചിയിൽ പോകാൻ പറ്റും. വഞ്ചി ആയിരിക്കില്ല, പക്ഷേ നല്ല വെയിൽ. അത്യാവശ്യം നല്ല ആഴമുള്ള വെള്ളമാണെന്ന് തോന്നുന്നു. പിന്നെ ഞങ്ങൾ പോയത് അമ്പൂരി പാലം. അത്യാവശ്യം നല്ല നീളമുള്ളൊരു പാലമാണ് കേട്ടോ. ഇതിൽ കൂടെ 2 വീലേഴ്സിന് പോകാൻ പറ്റും. കുറേ വണ്ടികൾ വന്നാൽ സ്റ്റക്കാവും. അപ്പം നടക്കാനാണ് ഇതിൽ സുഖം. ഇതൊക്കെ ട്രിവാൻഡ്രത്തൊരു സ്പോട്ടുകളുണ്ട്. ഇങ്ങനെ കുറേ സ്ഥലങ്ങളുണ്ട് ട്രിവാൻഡ്രത്ത്. നിങ്ങൾക്ക് എത്ര സ്ഥലങ്ങളറിയാം? ഇവിടെയൊക്കെ വന്നിട്ടുണ്ടോ ആരെങ്കിലും? ഓക്കെ, നല്ല അമ്പൂരി പാലം. അപ്പോൾ അങ്ങനെ ഇന്നത്തെ ഞങ്ങളുടെ ഒരു ക്വിക്ക് 1 ഡേ ഔട്ടിങ് അവസാനിക്കുകയാണ്. ലാസ്റ്റ് ഞങ്ങളെല്ലാവരും ഒരു ചെറിയൊരു ചായക്കടയിൽ വന്നിട്ട് ഒരു ജിഞ്ചർ സോഡ കുടിച്ചുകൊണ്ട് ഞങ്ങൾ ഇന്നത്തെ വ്ളോഗ് അവസാനിക്കുന്നു. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.